ശരിക്കും ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം തന്നെയായിരുന്നു ഇന്നത്തെ ചെന്നൈ മുംബൈ മാച്ച്. ആവേശം നിറഞ്ഞ മത്സരം അവസാനം ചെന്നൈ ജയിച്ചു. പക്ഷേ ഇന്ന് രോഹിത് ശർമ്മ സെഞ്ചുറി പ്രകടനമാണ് പുറത്തെടുത്തത്. 105 റൺസ് രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു. എന്നിട്ടും മുംബൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചു, പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ബാക്കിയുള്ള താരങ്ങളും ഫോം ആകണം, എന്നാൽ മാത്രമേ കളി ജയിക്കൂ. സൂര്യ ഇന്ന് ഡെക്കിൽ പുറത്തായത് ഞങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. അതുപോലെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾക്കിന്ന് വന്നു. ചെന്നൈ ടീമിനെ 180 റൺസിൽ ഒതുക്കാമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. എന്നാൽ ധോണി ലാസ്റ്റ് ഓവറിൽ 3 സിക്സ് അടിച്ചത് ഞങ്ങൾക്ക് പണിയായി. അതുകൊണ്ടാണ് CSK 200 റൺസ് കടന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞങ്ങൾ കളി ജയിച്ചേനെ. പാണ്ഡ്യയും സൂര്യയും ഫോം ആയിട്ടില്ല, അതാണ് ഞങ്ങൾക്ക് ബാറ്റിങ്ങിൽ പണിയായത്. ചെന്നൈയുമായി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. എങ്കിലും ഞങ്ങൾ ശക്തമായി അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ചെന്നൈയും മുംബൈയും നേർക്കുനേർ വരുമ്പോൾ മത്സരം ആവേശകരമാകാറുണ്ട്. ശരിക്കും ഒരു എൽ ക്ലാസിക്കോ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ധോണിയും രോഹിത് ശർമ്മയും നേർക്കുനേർ വന്നു. ഒടുവിൽ 20 റൺസിന്റെ വിജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത്. ധോണിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുംബൈ ടീം വീണു. പക്ഷേ രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചുവെങ്കിലും ജയിപ്പിക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ആണ്. 105 റൺസാണ് താരം ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ചെന്നൈ ടീമിലാണെങ്കിൽ ശിവൻ ദുബെയും ഋതുരാജും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. പക്ഷേ CSK മാച്ചിൽ ഹൈലൈറ്റ് ആയത് ധോണിയുടെ 3 സിക്സ് ആയിരുന്നു. ഈ വയസ്സിലും ധോണി ഇതുപോലെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല, അതും ഹാർദിക് പാണ്ഡ്യക്കെതിരെ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.